ഏകദേശം 300 വർഷം മുൻപ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള. അദ്ദേഹത്തെ ദൈവസഹായം പിള്ള എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ മാമുദീസ പേര് ലാസറസ്. 1712 മരുതൻകുളങ്ങര തറവാട്ടിൽ ജനിച്ചു. നല്ല സമ്പത്തുള്ള കുടുംബം. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൻ്റെ പടനായകരിൽ ഒരു വ്യക്തിയായിട്ട് മാറുകയായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ജോലിയിൽ 100% വിശ്വസ്തനായിരുന്നു. നല്ല കുടുംബത്തിൽ പിറന്നു, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. രാജാവിന് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പൂർണ്ണമായിട്ടും രാജാവിൻ്റെ സൈനികർ പരാജയപ്പെടുത്തി. അങ്ങനെ ഡച്ചുകാരുടെ ക്യാപ്റ്റനായിരുന്ന ഡിലനായി പിടിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിലൂടെ ആണ് അന്നത്തെ സൈനികർ നയിക്കപ്പെട്ടത്. 1745 ആ കാലഘട്ടത്തിൽ ഡിലനായുമായിട്ടുള്ള വലിയ ഒരു ബന്ധം. അങ്ങനെ അദ്ദേഹം നീലകണ്ഠപിള്ള എന്ന മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ ഇടയായി. ഡിലനായി എന്ന വ്യക്തി ക്രിസ്തുവിനെക്കുറിച്ച് നീലകണ്ഠപിള്ളയോട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഭാർഗവി ജ്ഞാനപ്പൂ. അവർ ആഴമായ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അവർക്ക് യേശുവിനോടുള്ള സ്നേഹമായി, അവർക്ക് ശക്തമായ ദൈവാനുഭവങ്ങളുണ്ടായി. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർ നേരിട്ട് അനുഭവിച്ചു. 1745 മെയ് 17 വടക്കൻകുളം പള്ളി വികാരി ഫാദർ മുട്ടാരി അവരെ മാമുദീസ മുഖി. അവർ മാമുദീസ സ്വീകരിച്ചു. ഉന്നതമായ കുടുംബത്തിൽ പിറന്ന അവർ മാമുദീസ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷികളായിട്ട് മാറുകയാണ്. അവർ ധീരമായ നിലപാടുകളെടുത്തു. അതിലൂടെ അവർ പീഡിപ്പിക്കപ്പെടുവാനായിട്ട് തുടങ്ങി. ജയിലിലടക്കപ്പെട്ടു. ക്രൂരമായിട്ടുള്ള പീഡകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. മാമുദീസ സ്വീകരിച്ച് അറിഞ്ഞ രാജാവിൻ്റെ സഹായിയായ ദളവ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. കഴുത്തിൽ ചെരുപ്പൊക്കെ അണിയിച്ചുകൊണ്ട് റോഡിലൂടെ നടത്തി. കടിക്കുന്ന ഉറുമ്പിൻ്റെ കൂട്ടിൽ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് നഗ്നനാക്കിയിട്ട് നിർത്തി. ശരീരത്തിൽ കത്തി കൊണ്ട് ഇങ്ങനെ കീറി മാംസത്തിലെ സ്കിന്നൊക്കെ കീറിയിട്ട് മുളക് തേച്ച് പിടിപ്പിച്ചു. തീരുന്നില്ല. പോത്തിൻ്റെ പുറത്ത് നഗ്നനാക്കി ഇരുത്തി ചെരുപ്പൊക്കെ അണിയിച്ച് പരസ്യമായിട്ട് നടത്തി. വടികൊണ്ട് അടിച്ചു. ഒത്തിരിയേറെ പീഡിപ്പിച്ചു. ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായ പീഡകളിലൂടെ ദൈവസഹായം പിള്ള കടന്നുപോയി. അദ്ദേഹം പിന്നോട്ട് മാറിയില്ല. ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹം സഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ ക്രിസ്തുവിനോട് ജ്വലിക്കുന്ന സ്നേഹം കത്തിപ്പടരുവാൻ തുടങ്ങി. സഹിക്കുന്നതനുസരിച്ച് അദ്ദേഹം ആഴമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ ആഴമായ ദൈവാനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയി.
ഒത്തിരിയേറെ പീഡ സഹിച്ച അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ചെങ്ങലക്കിട്ടു. അദ്ദേഹം അവിടെ തൻ്റെ കൈമുട്ടുകൊണ്ട് ആ പാറയിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ പാറ പിളർന്ന് വെള്ളമൊഴി അദ്ദേഹത്തിന് കുടിക്കുവാനായിട്ട് കർത്താവ് വെള്ളം കൊടുക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെ സഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. നീലകണ്ഠ പിള്ള ദൈവസഹായം പിള്ളയായിട്ട് മാറുകയാണ്. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പീഡനം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ യേശുവിന് അദ്ദേഹം സാക്ഷ്യം കൊടുത്തു. 1852 ജനുവരി 14 കന്യാകുമാരിയിലെ കാറ്റാടിമലയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ അവിടെ പോകണം. വലിയ ഒരു ശാന്തത, വലിയൊരു ദൈവാനുഭവം നമുക്കവിടെ അനുഭവിക്കാൻ പറ്റും. അവിടെ പോയി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ദൈവാനുഭവം തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി വെടിയേറ്റ് മരിച്ച അദ്ദേഹം ഒരു വിവാഹിതനായിരുന്നു. അതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വിവാഹം കഴിച്ച ഒരു വ്യക്തിക്കും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കും. ദൈവസഹായം പിള്ളയെ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അൽമായരായിട്ടുള്ള വിശ്വാസികളുടെ പ്രത്യേക മധ്യസ്ഥനായിട്ട് ദൈവസഹായം പിള്ളയെ സഭ നിശ്ചയിച്ചു വന്നിരിക്കുക. വിശ്വാസത്തിനു വേണ്ടി പൊള്ളുന്ന സഹനത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുക, അതിന് നമുക്ക് ആത്മാവിൻ്റെ ശക്തി വേണം. ദൈവസഹായം പിള്ളയെ ഇന്ന് വിശുദ്ധനായിട്ട് ലോകം മാനിക്കുന്നുവെങ്കിൽ അദ്ദേഹം കടന്നുപോയ നൊമ്പരത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, അപമാനത്തിൻ്റെ വഴികളെ നമ്മൾ കാണണം. അദ്ദേഹം ധീര രക്തസാക്ഷിയായിട്ട് മാറി. ഈ കേരളത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം രക്തം ചൊന്തിക്കൊണ്ട് നീലകണ്ഠപിള്ള ദേവസഹായം പിള്ള എന്ന വലിയ വിശുദ്ധനായിട്ട് മാറുകയാണ്. അവിടെ ഓരോ വിവാഹം കഴിച്ച വ്യക്തികൾക്കും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശുദ്ധരുടെ പദവിയിലേക്ക്, വിശുദ്ധകളുടെ പദവിയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും. ഈജിപ്തിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സിപ്പോറ. അദ്ദേഹത്തിൻ്റെ 2 മക്കളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. മോശ വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അസാധാരണ ദൈവാത്മശക്തിയുടെ മനുഷ്യനായിട്ട് മാറി. അസാധാരണമായ ദൈവപ്രവൃത്തികൾ മോശയുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്തു. ഞാൻ പറയുന്നത് ആ വലിയ പ്രവാചകനും ഒരു വിവാഹിതൻ ആയിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു. ദൈവത്തിനു വേണ്ടി മോശ നിന്നു. മോശയുടെ കരങ്ങളിലൂടെ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്തു. ഓരോ വിവാഹം കഴിച്ച വ്യക്തിയും സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് ധൈര്യത്തോടെ നിൽക്കേണ്ട കാലമാണ് ഇനി വരുന്ന കാലഘട്ടങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്ന കണ്ടു. പത്രോസിൻ്റെ അമ്മായിയമ്മ, ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് യേശു കൈപിടിച്ചുയർത്തിയ, അധികാരം ഏൽപ്പിച്ചു കൊടുത്ത പത്രോസ് വിവാഹിതനായിരുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു.
അവനവിടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പത്രോസ് എന്ന വ്യക്തി ഒരു വിവാഹിതനായിരുന്നു. വിവാഹിതനായിരുന്ന പത്രോസിനെ സഭയുടെ ആദ്യത്തെ തലവനാക്കി യേശു ഉയർത്തുകയാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നാരകീയ ശക്തികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിൻ്റെ വീട്ടിൽ അന്ന് ധാരാളം രോഗികളെയും പിശാചുബാധയും കൊണ്ടുവന്നു. അവൻ വചനം അയച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. വിവാഹിതനായ പത്രോസ് അവസാനം രക്തസാക്ഷിയായിട്ട് മാറുകയാണ് ക്രിസ്തുവിന് വേണ്ടി. വിവാഹം കഴിച്ച ഓരോ വ്യക്തികൾക്കും വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം ലോകത്തോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മീഡിയയിലൂടെയും നമ്മൾ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കണം. ക്രിസ്തു ഏക കർത്താവാണെന്നും ദൈവമാണെന്നും സർവശക്തനാണെന്നും രക്ഷകനാണെന്നും നമ്മൾ പ്രഘോഷിക്കണം. അത് നമ്മൾ ചെയ്തേ മതിയാവത്തുള്ളൂ. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ശക്തമായ ഉപകരണങ്ങളാക്കി തീർത്ത വ്യക്തികൾ വിവാഹ ജീവിതത്തിൽ ഉള്ളവരുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിവാഹ ജീവിതത്തിലേക്ക് വന്നവർ വെറും രണ്ടാം തരം പൗരന്മാരാണെന്നും അവരെ ഒന്നിനും കൊള്ളത്തില്ലെന്നും അവരെ ആവശ്യമില്ലെന്നും അവരെ സുവിശേഷ വേലയ്ക്ക് യോഗ്യരല്ലെന്നുമൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ഭാര്യയും മക്കളെയൊക്കെ നോക്കി കുടുംബം നോക്കി ജീവിച്ചാൽ പോരെ, എന്തിനാ ഇതിനിറങ്ങുന്നു? പക്ഷേ ഇറങ്ങിയേ മതിയാവത്തുള്ളൂ. 1 യോഹന്നാൻ 5:10 പറയുന്നുണ്ട്, ദൈവത്തിന് വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. നമ്മൾ സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. നമ്മുടെ വിശ്വാസം എന്താ? യേശു കർത്താവാണ്, രക്ഷകനാണ്, ദൈവമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു. അവന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. വിവാഹം കഴിച്ചവർക്ക് ഭാര്യയും മക്കളെയും നോക്കുക, ജോലികൾ ചെയ്യുക, കുടുംബത്തെ പുലർത്തുക, ഈ ഒരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. സുവിശേഷ വേലയുമായിട്ട് അവർക്കൊരു പങ്കുമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. എല്ലാവരും വിവാഹം കഴിച്ചവരും യുവാക്കന്മാരും യുവതികളും കൗമാരക്കാരും എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറണം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനെ നിറച്ച് ബലപ്പെടുത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം വരണമേ. കുടുംബജീവിതം നയിക്കുന്നവർക്കും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനുള്ള ഉത്തരവാദിത്വമെന്നുള്ള ബോധ്യം കൊടുക്കണമേ. വിവാഹം കഴിച്ച് ജീവിക്കുന്നവർക്കും സുവിശേഷം പ്രസംഗിക്കാനുള്ള കടമയുണ്ടെന്നുള്ള ആ ബോധ്യമുണ്ടാവട്ടെ. കർത്താവേ, അങ്ങ് തിരഞ്ഞെടുത്ത ശക്തരായ ശുശ്രൂഷകർ വിവാഹ ജീവിതത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമായിരുന്നല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കേരളത്തിൻ്റെ മണ്ണിൽ ധീര രക്തസാക്ഷിയായി തീർന്ന ദേവസഹായം പിള്ളയുടെ മേൽ അങ്ങ് പകർന്ന ആ ആത്മാവിൻ്റെ ചൈതന്യം, ആ രക്തസാക്ഷിത്വത്തിൻ്റെ അഭിഷേകം അനേക മക്കൾക്ക് ഇന്ന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധനിൽ നിറഞ്ഞു നിന്ന ആ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. അദ്ദേഹവും വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാർഗവി ജ്ഞാനപ്പൂ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്ത് വലിയ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.